ഡെലൂലു ജീവിച്ചിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രബന്ധുവിനെ ആയിരുന്നു. ഇതാണ് സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെയും മനസ്സിൽ ഉദിച്ച ഒരു ചോദ്യം. സിമ്പിളായി പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെ പറയാം. കാരണം ഡെലൂലുവിൻ്റെ ആത്മാവ് ഫ്ലാറ്റിലുള്ള കുട്ടിയിൽ നിന്നും ഒഴിഞ്ഞപ്പോൾ പ്രബന്ധുവിൻ്റെ കൂടെ കൂടിയതാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിന് കാരണമായി 2 പേരിലും ഗിറ്റാർ ഉള്ളതായി കരുതാം. പ്രബന്ധു ഒരു ഗിറ്റാറിസ്റ്റ് ആയതിനാൽ പ്രബന്ധുവിൻ്റെ പെർഫോമൻസ് കണ്ട് ആകർഷകരായ ഒരുപാട് ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് മായ എന്ന കഥാപാത്രം. അതുകൊണ്ട് അവരുടെ മുൻകൂടിക്കാഴ്ച ഹ്രസ്വവും വൈകാരികമായി അപ്രധാനവുമായിരുന്നു. പ്രബന്ധുവും മായയും മുമ്പ് ഒരിക്കൽ കണ്ടുമുട്ടി. ഇത് കോളേജ് ഈവൻറ്റിൽ വെച്ച് ഒരു ആകസ്മികമായ ഇടപെടൽ മാത്രം ആണ്. മായയ്ക്ക് ആ നിമിഷം വളരെ പ്രധാനമായിരുന്നു. അവൾ പ്രണയത്തിലായി. വിവാഹ അഭ്യർത്ഥന നടത്താൻ പദ്ധതിയിട്ടു. പ്രബന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിരവധി ആളുകളുമായുള്ള കണ്ടുമുട്ടലുകളിൽ ഒന്ന് മാത്രമായിരുന്നു. അതിനാൽ അത് അവന് ഒരിക്കലും അവൻ്റെ ഓർമ്മയിൽ മായ ഇല്ല എന്ന് തന്നെ കരുതാം. മായ അവനെ വ്യക്തമായി ഓർക്കുന്നു, പക്ഷേ പ്രബന്ധു അവളെ തീരെ ഓർക്കുന്നില്ല. അതുകൊണ്ട് അവളെ ആത്മാവിൻ്റെ രൂപത്തിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവന് ഒരു അപരിചിതമായ ഒരു പ്രേതമാണ്. മായ ഒരു ആത്മാവായി വരുമ്പോൾ അവൾക്ക് തുടക്കത്തിൽ അവളുടെ പൂർണ്ണ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ യഥാർത്ഥ പേരോ ഭൂതകാലമോ പറയുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളല്ല തീർച്ചയായും മായ എന്ന കഥാപാത്രം. പിന്നീട് മായ താൻ ആരാണെന്ന് തിരിച്ചറിയുന്നു. കാറിൽ നിന്നിറങ്ങി പരസ്പരം ഹഗ് ചെയ്യുമ്പോൾ പ്രബന്ധുവിന് മായയുടെ പാസ്റ്റ് മനസ്സിലാക്കിയ ശേഷം മായയുടെ വീട്ടിൽ എത്തുന്നു. മായയുടെ അമ്മയുടെ ചോദ്യത്തിന് മൗനം സമ്മതം എന്ന രീതിയിൽ മായ ഇഷ്ടപ്പെട്ട ആൾ താനാണെന്ന രീതിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. പ്രബന്ധുവിന് അത്ര പ്രാധാന്യം ആയിരുന്നില്ല മായയുടെ പാരൻസുമായുള്ള കൂടിക്കാഴ്ച. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പ്രബന്ധു കൂടിക്കാഴ്ചയിൽ നിന്നും പിന്മാറുന്നതും മായയുടെ വിയോഗം പോലും അറിയാതിരുന്നതും. പിന്നീട് ആത്മാവായി വന്നപ്പോൾ പ്രബന്ധുവിന് അപരിചിതയായി തോന്നിയതും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മായ ജീവിച്ചിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രബന്ധുവിനെ തന്നെയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.